ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാന്റഡ് ഗാർഡനിങ്. ഞാൻ അസ്രൻ. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്റെ പ്രൊപ്പഗേഷൻ ഏരിയയിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എടുത്ത് കളയാം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന്. അപ്പം ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത നമ്മുടെ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകൾ കാണാം. അപ്പം ഈ പ്ലാന്റ്സുകൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഈ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ഇത്രയും ലീഫ് ആകുമ്പോൾ തന്നെ അവരിത് കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, സാഫൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് അതിനകത്ത് നിന്ന് മുള വന്ന പ്ലാന്റ് ആണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിന്റെ വേരുകൾ നന്നായിട്ട് പുറത്തോട്ട് തള്ളി, ഇതിന്റെ വേര് നന്നായിട്ട് പുറത്തോട്ട് തള്ളി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് വേറൊരു പോട്ടിലോട്ട് അതിന്റെ പോട്ട് മിക്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാറ്റാവുള്ളൂ. ഉണ്ട് ഇത് നമ്മൾ ഒരു വട്ടം വെക്കുമ്പോൾ തന്നെ ഇതുപോലെ 3-4 ഷൂട്ട്സ് ഒക്കെ ആയിട്ട് ഇവർ നല്ല ബുഷിയായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വിചാരിക്കും എന്നാ പിന്നെ ഇവരെ അങ്ങ് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെച്ചാൽ ഇതാണ് അവസ്ഥ. കണ്ട, നാമ്പ് മാത്രമായി പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നല്ല രീതിയിൽ റൂട്ട് ആയതിനു ശേഷം മാത്രമേ പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്യൂ. അപ്പൊ അതുപോലെ നമുക്ക് ഏത് ആന്തൂറിയം ഫോളിയേജ് വെറൈറ്റീസ് നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോ കണ്ട നല്ല വലിയ പ്ലാന്റ് ആണ്. ഇപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന 1600, 1700 ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഈ ഒരു പ്ലാന്റ് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് ഇത്രയും റൂട്ട്സ് നമ്മളിവിടെ നിർത്തിയിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് സാഫ് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്തിനുള്ളിൽ ഇതിനകത്ത് അത്യാവശ്യം റൂട്ട്സ് ഇറങ്ങും. അതുപോലെ തന്നെ ഇതിലൊരു 6 മാസത്തിനകത്ത് പുതിയൊരു എന്താ പറയുക, പുതിയൊരു തുടക്കം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ബേബീസ് ആക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ആന്തൂറിയം ഫോളിയേജ്. പക്ഷേ കുറച്ച് സ്ലോ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ഇതിൽ തന്നെ നമുക്ക് 3-4 ഷൂട്ട്സ് ഒക്കെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഫോളിയേജ് വെറൈറ്റീസിനൊപ്പം നിൽക്കുന്നതാണ് ഫിലോഡെൻഡ്രോൺസിലെ ഏറ്റവും മനോഹരമായ ഫിലോ മാക്സിമം ആണ്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരെ. ഈ ഒരു സൈസിലുള്ളതൊക്കെ നമ്മൾ 400-450 റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ നമുക്കൊരു പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡിയായി വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. കണ്ടോ, ഈ ഒരു സൈസിൽ നമുക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് സെയിലിന് റെഡിയായി വരിക. അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് പ്ലാന്റ്സ് ആന്തൂറിയം വെറൈറ്റിയിൽ തന്നെ പെട്ട മറ്റൊരു പ്ലാന്റ് ആണിത്. ആന്തൂറിയം ബിഗ് ബിൽ എന്ന് പറയുന്നത്. ഈ ഒരു സൈസ് ഉണ്ടോ, ലീവ്സ് ഒക്കെ കണ്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ 380-350 ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ആന്തൂര്യത്തിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് സ്വീറ്റ് ലവ്. ഈ പ്ലാന്റ് നമ്മൾ 500-550 റേറ്റിനാണ് കൊടുക്കുക. ഫ്ലവറൊക്കെ ആയ പ്ലാന്റ് ആണ്, അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വെറൈറ്റിയാണ് ആന്തൂരിയം മാക്രോലോബിയം. അല്ലേ, നല്ല സൈസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു സൈസാണ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റും നമ്മൾ 500-550 റേറ്റിലാണ് കൊടുക്കുക. കണ്ടോ, ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ഫോളിയേജ് ആന്തൂറിയം വെറൈറ്റീസ് പോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ്. അവരുടെ വെറൈറ്റീസ് തന്നെ ഒരുപാട് അടിപൊളി വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ഫ്ലോറിഡ മിന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് എന്റെ ഗാർഡനിൽ നല്ല സുന്ദരി ഒരാൾ വിരിഞ്ഞിട്ടുണ്ട്, പുതിയ ലീവ്സ് ഒക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ ജൈജാൻഡിയം ബ്ലിസാർഡ്. ഈ ഒരു സൈസിലാണ് വരുന്നത്. നോഡാണ് കേട്ടോ, നോഡ് പ്രൊപ്പഗേറ്റഡ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 2800-നാണ് കൊടുക്കുക. ഇതിന്റെ ചെറുത് നമുക്കുണ്ട്. ചെറുത് വരുമ്പോൾ 1600 ആ ഒരു റേറ്റ്, മീഡിയം സൈസ് ഒക്കെ. പിന്നെ അതിന്റെ ചെറുത് 750-650 ആ റേറ്റിലൊക്കെയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് സ്പ്ലെൻഡിഡ് ആണ് കേട്ടോ. ഫിലോഡെൻഡ്രോൺ സ്പ്ലെൻഡിഡ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ ലൈൻസ് കണ്ടോ, ലൈറ്റ് കളർ ലൈൻസ് ആണ് വരിക. അതുപോലെ തന്നെ ഇത് ഫിലോഡെൻഡ്രോൺ മെജസ്റ്റിക് ആണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ 650-ക്കാണ് കൊടുക്കുക. മെജസ്റ്റിക് ഇതിന്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ. ഇതേപോലെ സ്റ്റിക്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള റോപ്പിലൊക്കെ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വരും. ഈ ഒരു സൈസിലുള്ള മെജസ്റ്റിക് നമ്മൾ ആ റേറ്റിനാണ് കൊടുക്കുക, 650. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ്. ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇവരൊരു ഹാഫ് മൂൺ വെറൈറ്റി ആണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഈ ഗ്രീനിൽ ഒരു ലൈറ്റ് കളർ വേരിയേഷൻ വരുമ്പോൾ ഭയങ്കര രസമാണല്ലോ. ഇതുപോലെ ഒരു മോസ്റ്റിക്കിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വരും. ഈ ഒരു നോട്ട് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് നമ്മൾ 2000-നാണ് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയിൽ പെട്ട പ്ലാന്റ് ആണ് നമ്മുടെ SP കൊളംബിയ. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ഉണ്ട്. ഇത്രയും സൈസുള്ള പ്ലാന്റ് നമ്മളൊരു 900-950 റേറ്റിലാണ് കൊടുക്കുക. ഇതിന്റെ തന്നെ നമുക്ക് ബുഷി പോട്ട് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിലാണ് വരിക. ബുഷി പോട്ട് കണ്ട, ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നത് 400-ന് കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് നമുക്കുണ്ട്. ഈ ഒരു പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ 200-250. ഇനി ഇതിനും ചെറിയ പ്ലാന്റ് ഉണ്ട്. ഇറിഗേഷൻ ഉള്ള നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 1500 ആണ്. ഇതിന്റെ ചെറിയ സൈസ് വരുമ്പോൾ 550-650 ആ റേറ്റ് വരും കേട്ടോ. ആ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ്
വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്നാൽ നമ്മുടെ എന്താ പറയുക കാറ്റലോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ പിക്ചേഴ്സായിട്ട് ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് സെയിലിനുള്ളതെന്ന് അറിയാൻ പറ്റും. നമ്മൾ DTDC വഴിയാണ് അയക്കുക. കേരളത്തിനകത്തും പുറത്തുമൊക്കെ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ നസ്രിൻ.